ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഈ ചാപ്റ്ററിൻ്റെ 7ാമത്തെ വീഡിയോ ആണ്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് മുമ്പുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ടെക്സ്റ്റ് ബുക്കിലെ 15ാമത്തെ പേജിലെ 2ാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്യുന്നത്. The two terms in specific positions of some arithmetic sequences are given below. Write the first 5 terms of each. ഓരോരോ പൊസിഷനിലുള്ള 2 ടേമുകൾ, ഒരു സമാന്തരശ്രേണിയുടെ 2 ടേമുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും മറ്റ് ടേമുകൾ കണ്ടുപിടിച്ച് ആദ്യത്തെ 5 ടേമുകൾ എഴുതുക. ഒരു അരിത്തമെറ്റിക് സീക്വൻസോടെ ഫോം ചെയ്യുക. ഇതാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ടേം 34 ആണ്, 6th ടേം 67 ആണ്. ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. തേർഡ് ടേം ഈക്വൽ ടു 34 ആണ്, 34. അതുപോലെ 6th ടേം ഈക്വൽ ടു 67 ആണ്. തേർഡ് ടേം 34, 6. ഇവിടെ ചിന്തിക്കേണ്ടത്, തേർഡ് ടേമിൻ്റെ കൂടെ ഒരു പ്രാവശ്യം ഡി കൂട്ടിയാൽ നമുക്ക് 4th ടേം കിട്ടും. 2 പ്രാവശ്യം ഡി കൂട്ടിയാൽ 5th ടേം, 3 പ്രാവശ്യം ഡി കൂട്ടിയാൽ 6th ടേം കിട്ടും. അതായത് തേർഡ് ടേം ഈക്വൽ ടു, ഞാൻ എളുപ്പത്തിന് അതിനെ x3 എന്ന് പറയും, പ്ലസ് ഡി, അത് ഈക്വൽ ടു x4 ആയിരിക്കും. അതുപോലെ x3 പ്ലസ് 2d അത് ഈക്വൽ ടു 5ാമത്തെ ടൈം ആയിരിക്കും, x5 ആയിരിക്കും. അതുപോലെ x3 പ്ലസ് 3d ഈക്വൽ ടു അത് x6 ആയിരിക്കും. ഇവിടെ തേർഡ് ടേമിൻ്റെ കൂടെ എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് ഇതിനെ ചെയ്യാം. തേർഡ് ടേമിന് ചെയ്യാം. തേർഡ് ടേമിൻ്റെ കൂടെ 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് നമുക്ക് 6ാമത്തെ ടൈം കിട്ടും. അതുപോലെ ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 5 പ്രാവശ്യം ഡി കൂട്ടിയാലാണ് 6ാമത്തെ ടൈം കിട്ടുക. അങ്ങനെ നോക്കിയാൽ ഇവിടെ തേർഡ് ടൈമും 6th ടൈമും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ചാൽ അത് എപ്പോഴും നമുക്ക് 3d ആയിരിക്കും. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ ചെയ്യുവാണെങ്കിൽ തേർഡ് ടൈം നമുക്ക് തന്നിരിക്കുന്നത് 34. അപ്പോൾ 34 പ്ലസ് തേർഡ് ടൈമിൻ്റെ കൂടെ 3 പ്രാവശ്യം ഡി കൂട്ടിയാലാണ് നമുക്ക് 6th ടൈം കിട്ടുക. അപ്പോൾ 3d എന്ന് എഴുതാം. ഈക്വൽ ടു 6th ടൈം ആണ് കിട്ടുക. ഈ 6th ടൈം 67 ആണ്. ഇതിൽ നിന്നും നമുക്ക് 3d ഈക്വൽ ടു 67 മൈനസ് 34 എന്ന് കിട്ടും. അതായത് ടൈം ഡിഫറൻസ് 67 നിന്നും 6ാമത്തെ ടൈമിൽ നിന്നും 3ാമത്തെ ടൈം കുറച്ചാൽ നമുക്ക് 3d ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ 3d ഈക്വൽ ടു 67 നിന്നും 34 കുറയ്ക്കും, നമുക്ക് 33 എന്ന് കിട്ടി. Therefore d ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു നമുക്ക് 11 എന്ന് കിട്ടും. ഇനി ഈ തേർഡ് ടൈമിൽ നിന്നും, അതായത് തേർഡ് ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം പ്ലസ് 2d ആയിരിക്കും. ഈക്വൽ ടു അത് 34 ആണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാതെ ഈ 34 നിന്നും 11 കുറച്ചാൽ നമുക്ക് സെക്കൻഡ് ടൈം കിട്ടും. അവിടുന്ന് വീണ്ടും 11 കുറച്ചാൽ നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടും. ഇവിടെ ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം നേരെ എഴുതി പോകാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 2d കൂട്ടി, 2 പ്രാവശ്യം ഡി കൂട്ടിയാൽ നമുക്ക് 34 കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം പ്ലസ് 2 × 11 ഈക്വൽ ടു ആണ് 30. ഞാൻ എളുപ്പത്തിന് ഫസ്റ്റ് ടൈമിനെ x1 എന്ന് പറയുന്നു. പ്ലസ് 2 × 11 22 ഈക്വൽ ടു 34 ആണ്. അപ്പോൾ x1 ഈക്വൽ ടു 34 മൈനസ് 22 ഈക്വൽ ടു നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ സീക്വൻസ് ഫസ്റ്റ് ടൈം ഈക്വൽ ടു 12 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് d ഈസ് ഈക്വൽ ടു 11 ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് 5 ടൈംസ് എഴുതണം. വളരെ എളുപ്പത്തിൽ എഴുതാം. അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടൈം 12, അടുത്തത് 12 പ്ലസ് 11 23 പ്ലസ് 11 34, വീണ്ടും 34 പ്ലസ് 11
45, 56 എക്സെട്ര. ഇവിടെ നമുക്ക് 5 ടേമുകൾ കിട്ടി. അപ്പോൾ ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യും. 12, 23, 34, 45, 56 എന്നുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് കിട്ടി. സമാന്തര ശ്രേണി കിട്ടി. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 11 ആണ്. ഫസ്റ്റ് ടൈം 12 ആണ്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത കണക്കുകളും ചെയ്യാം. ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ടൈം 43, അതുപോലെ സിക്സ്ത് ടൈം 76 ഇത് നോക്കാം. തേർഡ് ടൈം ഈസ് ഈക്വൽ ടു ഇവിടെ തന്നേക്കുന്നത് 43 ആണ്, സിക്സ്ത് ടൈം ഈക്വൽ ടു 76 ആണ്. തേർഡ് ടൈം 43, സിക്സ്ത് ടൈം 76. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേർഡ് ടൈമിൻ്റെ കൂടെ 3 പ്രാവശ്യം ഡി കൂട്ടിയാലാണ് നമുക്ക് സിക്സ്ത് ടൈം കിട്ടുക. അപ്പോൾ 43 പ്ലസ് 3D ഈക്വൽ ടു 76 നമുക്ക് കിട്ടി. അപ്പോൾ 3D ഈസ് ഈക്വൽ ടു 76 മൈനസ് 43 ഈക്വൽ ടു 33 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെയും D ഈസ് ഈക്വൽ ടു therefore D ഈസ് ഈക്വൽ ടു 33 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 11. കഴിഞ്ഞ പ്രോബ്ലത്തിലെ കോമൺ ഡിഫറൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. പ്രൊഗ്രഷൻ മാറ്റമുണ്ട്, സീക്വൻസ് മാറ്റമുണ്ട്, എങ്കിലും ഇവിടെ അത് തന്നെയാണ് കിട്ടിയത്. D ഈസ് ഈക്വൽ ടു 11 ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഇവിടെ തേർഡ് ടൈമിനെ ഞാൻ x3 എന്ന് പറഞ്ഞു. x3 ഈക്വൽ ടു ഫസ്റ്റ് ടൈമിനെ x1 എന്ന് എടുക്കുന്നു. അപ്പോൾ x1 പ്ലസ് 2D ആണ് നമ്മുടെ തേർഡ് ടൈം. തേർഡ് ടൈം ഈസ് ഈക്വൽ ടു x3 ഈക്വൽ ടു ഫസ്റ്റ് ടൈം പ്ലസ് 2D ആണ്. അത് ഈക്വൽ ടു നമുക്ക് 43 ആണെന്ന് അറിയാം. അപ്പോൾ x1 പ്ലസ് 2D, ഡിയുടെ വാല്യൂ 11 ആണെന്ന് അറിയാം. 2 ഇൻറ്റു 11 ഈക്വൽ ടു 43 എന്ന് എടുക്കുന്നു. x1 പ്ലസ് 22 ഈക്വൽ ടു 43. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം x1 ഈക്വൽ ടു 43 മൈനസ് 22 ഈക്വൽ ടു 21 എന്ന് കിട്ടി. നമുക്കിവിടെ അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യാം. അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടൈം നമുക്ക് 21 കിട്ടി. 21 അടുത്തത് 11 കൂട്ടുക, 32 വീണ്ടും 11 കൂട്ടുക, 43 വീണ്ടും 11 കൂട്ടിയാൽ 54 പ്ലസ് 11 65 എക്സെട്ര. അങ്ങനെ ഇവിടെയും നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ആദ്യത്തെ ഫസ്റ്റ് 5 ടൈംസ് നമ്മൾ എഴുതി. അങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്തു. ഇനി ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ് ടൈം 2, ഫിഫ്ത്ത് ടൈം 3 ചെയ്ത് നോക്കാം. തേർഡ് ടൈം 2 ആണ്, 2. അതുപോലെ ഫിഫ്ത്ത് ടൈം 3 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേർഡ് ടൈമിൻ്റെ കൂടെ 2 പ്രാവശ്യം ഡി കൂട്ടിയാലാണ് നമുക്ക് ഫിഫ്ത്ത് ടൈം കിട്ടുക. തേർഡ് ടൈം പ്ലസ് 1 ഡി നമുക്ക് ഫോർത്ത് ടൈം കിട്ടും. അതിൻ്റെ കൂടെ വീണ്ടും 1 ഡിയും കൂടെ ചേർത്താൽ ഫിഫ്ത്ത് ടൈം കിട്ടും. അപ്പോൾ തേർഡ് ടൈം 2 ആണ്. 2 പ്ലസ് 2 പ്രാവശ്യം ഡി കൂട്ടിയാൽ 2D ഈക്വൽ ടു നമുക്ക് ഫിഫ്ത്ത് ടൈം കിട്ടും, അതായത് 3 കിട്ടും. അപ്പോൾ ഇനി 2D ഈസ് ഈക്വൽ ടു 3 മൈനസ് 2. 3 ഇവിടെ നിർത്തി ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. 3 മൈനസ് 2 ഈക്വൽ ടു 1 ആണ്. therefore D ഈസ് ഈക്വൽ ടു 2D ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ D ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് 1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. ഇവിടെ പ്രത്യേകം ഞാൻ പറയുന്നത് ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് പുറകോട്ട് കുറച്ച് എഴുതിയാൽ ഫസ്റ്റ് ടൈമിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ചാൽ ഏത് ടൈമും കാണാൻ വേണ്ടി നമുക്കൊരു എളുപ്പ വഴിയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ഇവിടെ കാണുന്നതേ ഉള്ളൂ. ചിലർക്ക് സംശയം തോന്നാം, ഇവിടുന്ന് ഈ 2ൽ നിന്നും 2 പ്രാവശ്യം കുറച്ചാൽ പോരെ, അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. പക്ഷേ അവിടെ ഫസ്റ്റ് ടൈം കണ്ടുപിടിച്ചിട്ട് തന്നെ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തേർഡ് ടൈം ഞാൻ എളുപ്പത്തിന് x3 എന്ന് എഴുതുന്നു. ഈ പറഞ്ഞ x3 ഈക്വൽ ടു അത് x1 പ്ലസ് 2D ആണ്. അത് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ x1 പ്ലസ് 2 ഇൻറ്റു ഡി, അതായത് 2 ഇൻറ്റു 1/2 ഈക്വൽ ടു 2 ആണ്. അപ്പോൾ x1 പ്ലസ് 2 ഇൻറ്റു 1/2 1 ആണ്. 1 ഈക്വൽ ടു 2 എന്ന് കിട്ടി. x1 ഈസ് ഈക്വൽ ടു 2 മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം ഈക്വൽ ടു ഫസ്റ്റ് നമുക്ക് 1 കിട്ടി. അതുപോലെ D ഈസ് ഈക്വൽ ടു 1/2 ആണ്. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് കൂടെ ഫോം ചെയ്യാം. ഫസ്റ്റ് ടൈം 1,
1ഉം 1ൻ്റെ കൂടെ അര കൂട്ടുന്നു 1½ അല്ലെങ്കിൽ 3/2. അടുത്തത് 2½ 3 1 1.5 2 2.5 3. അപ്പോൾ അര വീതം ഹാഫ് വീതം 1/2 വീതം കൂടി പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് കിട്ടി. ഇനി ഇതിലെ 4th ക്വസ്റ്റ്യൻ 5th ടേം 8 9th ടേം 10 ചെയ്ത് നോക്കാം. 5th ടേം 8 അതുപോലെ 9th ടേം 10. ഇനി നോക്കേണ്ടത് ഈ 5th ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടിയാലാണ് 9th ടേം കിട്ടുക. 5th ടേം പ്ലസ് ഡി 6th ടേമാണ് 1 ഡി കൂട്ടിയാൽ 2 ഡി കൂട്ടിയാൽ 7th ടേം കിട്ടും, 3 ഡി കൂട്ടിയാൽ 8th ടേം കിട്ടും, 4 ഡി കൂട്ടിയാൽ 9th ടേം കിട്ടും. അപ്പോൾ 5th ടേം അതായത് 8 പ്ലസ് 4 പ്രാവശ്യം ഡി കൂട്ടിയാലാണ് 4D ഈക്വൽ ടു നമുക്ക് 9th ടേം കിട്ടുക. 9th ടേം ഇവിടെ 10 ആണ് 10. അപ്പോൾ 4D ഈക്വൽ ടു 10 മൈനസ് 8. 4D ഈക്വൽ ടു 10ൽ നിന്നും 8 കുറച്ചു 2. therefore D is equal to 2/4. ഈ 4നെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഡിവിഷനായിട്ട് മാറി, അതറിയായിരിക്കുമല്ലോ. അപ്പോൾ 2/4 കിട്ടി ഈക്വൽ ടു 1/2. ഇവിടെ D is equal to 1/2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. 5th ടേം എളുപ്പത്തിൽ ഞാൻ x5 എന്ന് എഴുതുന്നു ഈക്വൽ ടു അത് ഫസ്റ്റ് ടേം പ്ലസ് x1 പ്ലസ് 5th ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 4 പ്രാവശ്യം ഡി കൂട്ടിയതാണ്. x1 പ്ലസ് 4D അത് ഈക്വൽ ടു 8 എന്ന് തന്നിട്ടുണ്ട്. അതായത് x1 പ്ലസ് 4 ഇൻറ്റു ഡി ഇവിടെ 1/2 ആണ്. 1/2 ഈക്വൽ ടു 8 ആണ്. അതായത് x1 പ്ലസ് 4 ഇൻറ്റു 1/2 അതായത് 2 ഈക്വൽ ടു 8 ആണ്. അപ്പോൾ x1 ഈക്വൽ ടു 8 മൈനസ് 2 ആണ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇവിടെ ഫസ്റ്റ് ടേം ഈക്വൽ ടു 6 എന്നും അതുപോലെ കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു നമുക്ക് 1/2 എന്നും കിട്ടി. ഇനി നമുക്കിവിടെ അരിത്തമെറ്റിക് സീക്വൻസ് ഫോം ചെയ്യാം. അരിത്തമെറ്റിക് സീക്വൻസ് ഫസ്റ്റ് ടേം 6 ആണ്. 6 കോമൺ ഡിഫറൻസ് ഹാഫ് ആണ് 1/2 ആണ്. 6 6.5 വീണ്ടും 1/2 കൂട്ടിയാൽ 7 7.5 8 6 6.5 7 7.5 8 എക്സെട്ര. അങ്ങനെ കോമൺ ഫസ്റ്റ് ടൈം ആദ്യ പദം 6 ഒരു വ്യത്യാസം 1/2 ആയിട്ടുള്ള ഒരു സമാന്തര. ഇനി ഇതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 5th ടേം 7 7th ടേം 5. 5th ടേം 7 ഈക്വൽ ടു 5th ടേം ഈക്വൽ ടു 7 7th ടേം 7th ടേം ഈക്വൽ ടു 5. 5th ടേം 7ഉം 7th ടേം ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത പോലെ തന്നെ അഞ്ചാമത്തെ ടേമിൻ്റെ കൂടെ 2 പ്രാവശ്യം ഡി കൂട്ടിയാലാണ് നമുക്ക് 7ാമത്തെ ടൈം കിട്ടുക. അഞ്ചാമത്തെ ടൈമിന് 1 പ്രാവശ്യം ഡി കൂട്ടിയാൽ 6ാമത്തെ ടൈം കിട്ടും. വീണ്ടും 1 പ്രാവശ്യം കൂടെ അതായത് 2 പ്രാവശ്യം ഡി കൂട്ടിയാൽ 7ാമത്തെ ടൈം കിട്ടും. അപ്പോൾ അഞ്ചാമത്തെ ടൈമിനോട് 7 ആണ്. അപ്പോൾ 7 പ്ലസ് 2 പ്രാവശ്യം ഡി കൂട്ടിയാൽ അതായത് 2D ഈക്വൽ ടു 7th ടൈം. 7th ടൈം 7ാമത്തെ ടൈം ഇവിടെ 5 ആണ് ഈക്വൽ ടു 5. ഇനി 2D ഈസ് ഈക്വൽ ടു 5 മൈനസ് 7. 2D ഈസ് ഈക്വൽ ടു 5ൽ നിന്ന് 7 കുറച്ചപ്പോൾ -2. therefore D ഈസ് ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഇവിടെ കോമൺ ഡിഫറൻസ് -1 ആണ്. അഞ്ചാമത്തെ ടൈം എന്ന് പറയുന്നത് ഞാനിവിടെ x5 എന്ന് എഴുതുന്നു. 5th ടൈം എന്ന് എഴുതിയാൽ മതി, എളുപ്പത്തിന് എഴുതുന്നു മാത്രമേ ഉള്ളൂ. ഈക്വൽ ടു ഫസ്റ്റ് ടൈം x1 എന്ന് എഴുതുന്നു പ്ലസ് ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ 4 പ്രാവശ്യം ഡി കൂട്ടുന്നതാണ് അഞ്ചാമത്തെ ടൈം പ്ലസ് 4D ഈക്വൽ ടു 5th ടൈം ഇവിടെ 7 ആണ്. 7 എഴുതുന്നു. x1 പ്ലസ് 4 ഇൻറ്റു -1 ഈക്വൽ ടു 7. x1 മൈനസ് 4 4 -1 -4 ഈക്വൽ ടു 7 ആണ്. therefore x1 ഈക്വൽ ടു ഈ -4ന് അപ്പുറത്തേക്ക് ഇട്ടു 7 പ്ലസ് 4 ഈക്വൽ ടു 11 എന്ന് കിട്ടും.
അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം ഈക്വൽ ടു നമുക്ക് 11 കിട്ടി. 11. അതുപോലെ കോമൺ ഡിഫറൻസ് ഡി എന്ന് എഴുതുന്നു. ഡി ഈസ് ഈക്വൽ ടു -1 ആണ്. ഫസ്റ്റ് ടൈം കിട്ടി, കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് ഓരോ ടൈമും എഴുതാം. അടുത്ത ഒരു സീക്വൻസ് ഫോം ചെയ്യാം. ഫസ്റ്റ് ടൈം 11 കോമൺ ഡിഫറൻസ് -1 ആണ്. അപ്പോൾ കുറഞ്ഞു വേണം പോകാൻ. 11ൽ നിന്ന് 1 കുറയ്ക്കുന്നു, അല്ലെങ്കിൽ 11 പ്ലസ് -1, അപ്പോൾ 10. 9 8 7. അപ്പോൾ ഫസ്റ്റ് ടൈം 11 കിട്ടി, കോമൺ ഡിഫറൻസ് -1 ആണ്. അതുകൊണ്ട് തന്നെ മൈനസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞാണ് പോവുക. അപ്പോൾ ഫസ്റ്റ് ടൈം 11 11 10 9 8 7 അങ്ങനെ കുറഞ്ഞു പോകുന്ന കോമൺ ഡിഫറൻസ് -1 ആയിട്ടുള്ള ഒരു സമാന്തര ശ്രേണി നമുക്ക് കിട്ടി.